മകരം രാശിയിലെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉച്ചനായ സപ്തമ ഗുരു, അതായത് വ്യാഴം 7ാം ഭാവത്തിൽ വരുന്നത് വിവാഹ ബന്ധങ്ങളിൽ വൻ വളർച്ച നൽകും. അവിവാഹിതർക്ക് വിവാഹയോഗം ശക്തമാണ്. പങ്കാളിത്തത്തിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കുകയും ചെയ്യും. 7ര ശനി അവസാനിച്ചതിൻ്റെ ആശ്വാസത്തോടൊപ്പം ശനി 3ാം ഭാവത്തിൽ വരുന്നത് കഠിനാധ്വാനത്തിന് പ്രതിഫലവും ശത്രുക്കളുടെ മേൽ വിജയവും നൽകും. വിദേശത്ത് ജോലി നേടാനും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും ഇടയുണ്ട്. ധനുരാശിയിലെ ഉത്രാട നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ 2ാം പകുതിയിൽ നവസംരംഭങ്ങൾ വിജയകരമായി പ്രവർത്തിക്കാൻ സാധിപ്പിക്കും. പ്രവർത്തന മേഖലയിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ബൗദ്ധികമായ ഉണർവും അനുഭവപ്പെടും. ഒക്ടോബർ 18 ശേഷം മകരം രാശിക്കാർ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. സമ്മർദ്ദവും അമിതമായ മാനസിക ഭാരവും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ധനുരാശിക്കാർക്ക് അഷ്ടമ ഗുരുവിന്റെ ഉച്ചനായതിനാൽ സ്വാധീനം ഗവേഷണങ്ങളിലും രഹസ്യമായിട്ടുള്ള പഠനങ്ങളിലും അപ്രതീക്ഷിത സാമ്പത്തിക സ്രോതസ്സുകളിലും വലിയ വിജയം നൽകും. ബൗദ്ധികമായ വളർച്ചയും കരിയർ സ്വാതന്ത്ര്യവും ഈ സമയം പ്രധാനമാണ്. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ആവശ്യമായ ജാഗ്രത പാലിക്കുന്നത് നേട്ടങ്ങൾ നിലനിർത്താൻ സഹായിക്കും. മകരം രാശിക്കാർക്ക് 7ര ശനി നൽകിയ കഠിന പാഠങ്ങൾ കാരണം ലഭിച്ച ക്ഷമയും തന്ത്രപരമായ കഴിവും സപ്തമ ഗുരുവിന്റെ ശുഭകരമായ സ്വാധീനവും ചേരുമ്പോൾ വിവാഹം, ദാമ്പത്യ ബന്ധങ്ങൾ, കരിയറിലെ അംഗീകാരം, വിദേശയാത്ര എന്നിവയിൽ ഉറച്ച അടിത്തറ നൽകും. എന്നിരുന്നാലും ഒക്ടോബർ 18 ശേഷമുള്ള ആരോഗ്യപരമായ വെല്ലുവിളികൾ, പ്രത്യേകിച്ച് സമ്മർദ്ദം പോലുള്ളവ ഗൗരവമായി കാണേണ്ടതും പ്രതികൂല വിധികൾ അനുഷ്ഠിക്കേണ്ടതും നിർബന്ധമാണ്. ഈ അനുകൂല ഗ്രഹസ്ഥിതിയുടെ പൂർണ്ണ പ്രയോജനം നേടാൻ ധാർമ്മികമായ പാത പിന്തുടരുകയും ആവശ്യമായ പ്രതിവിധികൾ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത് ഈ നക്ഷത്രക്കാർക്ക് വിജയകരമായ ഒരു മാസത്തിന് അനിവാര്യമാണ്.